കരുനാഗപ്പള്ളിയിലെ സന്തോഷിന്റേത് ക്വട്ടേഷൻ കൊലപാതകമെന്ന സൂചന. ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നം സ്വദേശിയാണ് ക്വട്ടേഷൻ നൽകിയതെന്നാണ് വിവരം. കൊലയ്ക്ക് കാരണം രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട വൈരാഗ്യമെന്നുമാണ് നിഗമനം. ഷമീർ അബ്ദുളുണ്ട്. ഷമീർ, എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്? പോലീസ് പറയുന്നത് എന്താണ്? സേതുലക്ഷ്മി, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇത് കുടിപ്പകയാണ് ഇത്തരത്തിൽ ഈ ഒരു അക്രമത്തിലേക്കും കൊലപാതകത്തിലേക്കും കലാശിച്ചത് എന്നാണ് നിലവിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായിരുന്ന എഫ്ഐആറിൽ പറയുന്നത്. എന്നാൽ ഈ കൊലപാതകം, അതായത് സന്തോഷിനെ കൊലപ്പെടുത്തിയ ശേഷം ഈ സംഘം പോയത് ഓച്ചിറയിലുള്ള അനീറിനെ കൊലപ്പെടുത്താനാണ്. പക്ഷേ അനീറിനെ കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ല, മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചു. ഇയാളെ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന അനീറിന്റെ മൊഴി ഈ കേസിൽ നിർണായകമാണ്. അനീർ ചില നിർണായക വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഊർജിതമായി നടക്കുന്നത്. അനീർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നം സ്വദേശിയുമായി ഈ കൊട്ടേഷൻ സംഘത്തിന്, അതായത് കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘത്തിന് എതിരെ ഗുരുതരമായ, അതായത് ഇവർക്കെതിരെ നിരന്തരം ഈ സന്തോഷടക്കമുള്ള ആളുകൾ പ്രവർത്തിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി ഈ ആലപ്പുഴ സ്വദേശിയുമായുള്ള തർക്കങ്ങൾ, ഇതിന്റെ പിന്നിൽ ഈ ആലപ്പുഴ സ്വദേശിയാണ് ഈ കൊട്ടേഷൻ നൽകിയിരിക്കുന്നുള്ള വിവരമാണ് ഇപ്പോൾ ഈ അനീർ പോലീസിന് നൽകിയിരിക്കുന്നത്. ഈ ആലപ്പുഴ വള്ളിക്കുന്നം സ്വദേശിയെ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അയാൾ ഒളിവിൽ പോയിരിക്കുകയാണ്. അയാളുടെ വീടും പരിസരവും ഒക്കെ തന്നെ ഇന്നലെ പോലീസ് വലയത്തിലാണ്. പക്ഷേ അയാൾ ഒളിവിൽ പോയിരിക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും വർഷങ്ങളായുള്ള വൈരാഗ്യം. ഇതിനു മുമ്പ് ഈ സന്തോഷിനെ സമാനമായ വീട് തകർത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അതിൽ അത്ഭുതകരമായിട്ടാണ് അന്ന് സന്തോഷ് രക്ഷപ്പെട്ടത്. പിന്നീട് ഇക്കഴിഞ്ഞ 2024 നവംബർ 13 ഉണ്ടായ സുഹൃത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അയാൾ റിമാൻഡിൽ കഴിയുകയായിരുന്നു. ഇതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഇത്തരത്തിൽ ഇയാൾ ജയിൽ മോചിതനായ വിവരം ഈ വള്ളിക്കുന്നം സ്വദേശിയെ അറിയുകയും തുടർന്ന് ഈ കൊട്ടേഷൻ ആലുവ കേന്ദ്രീകരിച്ചുള്ള ഒരു കൊട്ടേഷൻ സംഘത്തിന് ഈ കൊട്ടേഷൻ നൽകുകയും ചെയ്തത്. ഇവർ എതിർച്ചേരിയിലുള്ള ഓച്ചിറയിലുള്ള കൊട്ടേഷൻ സംഘങ്ങളുമായി ചേർന്നാണ് ഇന്നലെ ഈ വീട്ടിലേക്ക് കടന്നു വരികയും ഇത്തരത്തിലൊരു അക്രമം നടത്തുകയും സന്തോഷിനെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതായിട്ടുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും പ്രതികൾ ഉടൻ പിടിയിലാകും. സംഭവം നടന്നിട്ട് 24 മണിക്കൂറുകൾ പിന്നിടുന്നു. പ്രതികൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇതിൽ മുഖ്യ പ്രതികൾ കേരളം വിട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. എന്തായാലും എല്ലാവരെയും കേന്ദ്രീകരിച്ച് പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത്തരം അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. സേതുലക്ഷ്മി. ശരി ഷമീറാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കരുനാഗപ്പള്ളിയിലെ സന്തോഷിന്റേത് ക്വട്ടേഷൻ കൊലപാതകമെന്ന സൂചനകൾ വരുന്നു. അതിന്റെ വിവരങ്ങൾ നൽകുകയാണ്.